സുകുമാര ഇറങ്ങി വാടോ. ഒരു പെങ്കൊച്ചന്റെ ജീവൻ നശിപ്പിക്കുന്നോ? എവിടാ അവള്? താൻ ഭരണിയിലാക്കി വെച്ചിട്ടില്ല അവള്. ഭരണിയിലാക്കി നോക്കിയതെന്തോന്ന് കണ്ണി മാങ്ങി. ഈ 38 ഡിഗ്രി ചൂടി തന്റെ കോമഡി ആക്കാൻ വന്നല്ല ഞങ്ങള്. ഇവനും തന്റെ മോളും തമ്മിൽ ഇഷ്ടത്തിലായോണ്ടല്ലോ താൻ അവളെ വേറെ കെട്ടിക്കാൻ നോക്കുന്നത്. അതും നിർബന്ധിച്ച്. മനസ്സിലായി കാര്യം മനസ്സിലായി. അകത്തോട്ട് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. സത്യത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എന്റെ മോളുടെ അനുവാദത്തോടു കൂടിയാണ് ഈ കല്യാണം നടത്തുന്നത്. പച്ച കള്ളാടാ. എന്നിട്ട് അവൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവളെന്താ പറഞ്ഞത്? അതറിയണമെങ്കിൽ താൻ അവളെ വിളി, അല്ലാതെ എനിക്കറിയില്ല. ലാവണ്യേ എന്താടാ? മോള് വിളിച്ചു കേട്ടില്ലേ? ഡാന്ന്. ഇങ്ങനെയൊക്കെ എങ്ങനെ അച്ഛാന്ന് വിളിക്കുന്നത്? അയ്യോ അത് ഡാഡാ അച്ഛാന്ന്. മോളെ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചിട്ടല്ലേ ഈ കല്യാണം ഉറപ്പിച്ചത്. അതിൽ നോക്കിയാൽ ഉത്തരം കിട്ടില്ല. പ്രിൻസേ കേട്ടോ, ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനെ അടിക്കൂന്ന് വിചാരിച്ചു. നീയല്ലേ പറഞ്ഞു ഇയാള് ടോർച്ചറാണ് ടോക്സിക്കാന്നൊക്കെ. എന്തൊക്കെയാണ് ഈ പറഞ്ഞു വെച്ചേക്കുന്നത്? മോനെ കല്യാണത്തിന് പട്ടുസാരി വേണ്ട കാഞ്ചീപുരം മതി എന്ന് പറഞ്ഞപ്പോ അത് വാങ്ങിച്ചു കൊടുത്ത്. പെയിന്റ് മൊത്തം ഞാൻ പിങ്ക് അടിച്ചപ്പോ ഈ പിങ്കിച്ച് പറഞ്ഞ അവക്ക് വെള്ളം മതിയെന്ന്. എന്തിന്? കല്യാണത്തലേന്ന് കളിക്കാനുള്ള ഡാൻസ് വരെ അവൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. ചുമ്മാതാടാ. എടാ സത്യമായിട്ട് എന്താ അമ്നേ സോയേ അമ്നേ ജായേ ഈ സ്റ്റെപ്പ് തെറ്റിച്ചാൽ ഇവളെന്നെ എന്തോരം അടിച്ചെന്നറിയാമോ? ഇപ്പഴും തെറ്റിച്ചാ കളിച്ച വൃത്തിയായിട്ടോളാ. ഒരു ചെറുക്കന്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. ഞാൻ ഇനി എന്തോ ചെയ്യാനാ മോനെ? അങ്കിള് വിഷമിക്കണ്ട, കാറ്ററിംഗ് അടക്കം ഫുൾ സപ്പോർട്ട് ഞങ്ങളോട് ഉണ്ടാവും. പോട്ടെ, കല്യാണത്തിന് കാണാം. ലാവ അവന്റെ മൽഗവ ഇങ്ങോട്ടാണ്.